ഹല്ലേലൂയ. ഇപ്പൊ നേടിയെടുക്കേണ്ടത് പറയുമ്പോൾ അവർ അതാണ്. അത് നേടിയെടുക്കാതെ വേറെ എന്ത് നേടിയെടുത്താലും ഞാനും നിങ്ങളും തൃപ്തരാകില്ല. ഏത് പദവിയിലെത്തിയാലും, ഹല്ലേലൂയ, എത്ര പണം ഉണ്ടായാലും. ചിലർ പറയും ഒരു ലോട്ടറി അടിച്ചാർന്നെങ്കിൽ എല്ലാം ഒന്നോ തീർന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക. ലോട്ടറി അടിച്ചോ കഷ്ടപ്പാടായിട്ട് കിടക്കുക. ഇന്നാളും ഒരുത്തൻ ലോട്ടറി അടിച്ചിട്ട് സ്വന്തം വീട്ടിൽ കയറാൻ പോലും പറ്റണില്ല. ആ വാർത്തയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം വീട്ടിൽ ഒളിച്ചും പാത്തു തന്നെ. കാരണം നാട്ടുകാർ മുഴുവൻ മേടിക്കാൻ നടക്കുക. ഹല്ലേലൂയ. അത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു, ഓർക്കുണ്ടോ? ആ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഇടയിൽ അവിടെ ഒരു ചെറുപ്പക്കാരൻ, അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത അവൻ്റെ ബ്രെയിനിന് ഇച്ചിരി ഡാമേജ് ഉണ്ട്. അതുകൊണ്ടൊരു 1-2 സർജറിയൊക്കെ ചെയ്തതാ. അപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ട്. എന്നിട്ട് മാനസികമല്ല കേട്ടോ, ബ്രെയിനിന് കംപ്ലൈൻ്റ് ആണ്. അവൻ എപ്പോഴും തലവേദന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ 1-2 സർജറിയൊക്കെ ചെയ്തിരിക്കുക. പെണ്ണ് കെട്ടിയിട്ടില്ല, പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു. അവനും അമ്മയും തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുക അവിടെ നാട്ടിൽ പോപ്പുലർ മിഷൻ ധ്യാനം വന്നു. അപ്പോൾ ഈ പാവപ്പെട്ടവൻ ആ ധ്യാനത്തിന് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രിയമുള്ളവരെ പോപ്പുലർ മിഷൻ ധ്യാനം കൂടിയിട്ടുള്ള കൈവൃത്തിക്ക് കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പറഞ്ഞ് മനസ്സിലാവും. പോപ്പുലർ മിഷൻ ധ്യാനം രാവിലെയും വൈകുന്നേരമായിട്ട് നടക്കണതാ, പൊട്ടാശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാ. അപ്പോൾ രാവിലെ 5:30 മണിക്ക് തുടങ്ങുകയെ, നേരം വെളുക്കണതിന് മുമ്പ് 5:30 മണിക്ക് ജാഥയൊക്കെ ആയിട്ട് തിരികെ കത്തിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ച് ധ്യാനം നടക്കണോടത്ത് വന്ന് 7 മണിക്ക് തീർന്നു പോയി. വൈകുന്നേരം 6:30 പിന്നെയും വന്ന് രാത്രി 9:30 വരെ പകലച്ഛന്മാർ വീട് കയറാൻ പോണു. അങ്ങനെയൊക്കെയാണ് പോപ്പുലർ മിഷൻ ധ്യാനം. അപ്പോൾ എൻ്റെ തലയാഴ്ച ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രിയമുള്ളവരെ, ധ്യാന സമയത്ത് നിങ്ങൾ ഒരു പരിപാടിക്കും പോയേക്കരുത്. എത്ര ലക്ഷങ്ങൾ വരുമാനം കിട്ടണ പണിയാണേലും ഇട്ടിട്ട് പോയേക്കരുത്. ധ്യാനം കൂടിക്കൊള്ള, ഇത് ദൈവം അനുവദിച്ചേക്കണ സമയമാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള സമയത്ത് ജോലിക്കൊക്കെ പോകുക, വൈകുന്നേരം കട തുറന്ന് വെച്ചിരിക്കരുത്, അത് രാവിലെ എഴുന്നേറ്റ് പശു എന്ന് പറഞ്ഞ് ഓടിയേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനുഷ്യന് അവന് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന ആരോഗ്യമില്ല, ലോട്ടറി വിറ്റുകൊണ്ട് കിടക്കുക. അപ്പം അവനിതൊന്ന് പള്ളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അവിടെ വൈകുന്നേരങ്ങളിൽ 4 ആൾ വരുമ്പോൾ ഇതും കൊണ്ട് ചെന്നാലാണ് എന്തെങ്കിലും കച്ചവടമൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ആ സമയത്ത് ജോലിക്കൊന്നും പോയേക്കരുത്, ബാക്കി ദൈവം തന്നോളൂ എന്ന് അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഈ മനുഷ്യനിങ്ങ് ആകെ ടെൻഷനായി. ഇയാൾ പണിക്ക് പോയില്ലേ, വീട്ടിലെ കാര്യങ്ങൾ അമ്മ ഇയാൾ മാത്രമേ ഉള്ളൂ, രോഗമാണ്, ചികിത്സയ്ക്ക് പൈസ വേണം, ആരാണ്ടൊക്കെ സഹായിച്ചൊക്കെയാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയത്. പക്ഷേ ഈ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കണില്ല. അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഈ സമയത്ത് ഒരു ജോലിക്കും പോകണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോകണമെന്ന് തീരുമാനം എടുത്തു. 5 ദിവസം ഈ ധ്യാനത്തിന്, ഈ ലോട്ടറി കച്ചവടം വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം പങ്കെടുക്കാൻ വന്നു. വെള്ളിയാഴ്ച ധ്യാനം തീർന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മേലൂരിൽ നിന്ന് ഓടി പോട്ടാ ആശ്രമത്തിൽ വന്നു. പോട്ടാ ആശ്രമത്തിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞോട്ട് തന്നെ ഞാൻ ധ്യാനത്തിന് ലോട്ടറി വിൽക്കാൻ പോകാണ്ട് ഫുൾ ടൈം രാവിലെയും വൈകുന്നേരവും ധ്യാനത്തിന് പങ്കെടുത്തു. അതുകൊണ്ട് കണ്ടല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വിൽക്കാൻ വേണ്ടി മേടിച്ചു വെച്ചായിരുന്ന ലോട്ടറി ഒന്നും ചിലവായില്ല. ആ ലോട്ടറി എല്ലാം എൻ്റെ ബാഗിൻ്റെ അകത്തുണ്ട്. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു, പിറ്റേ ദിവസം ലോട്ടറിയുടെ നറുക്കെടുത്തപ്പോൾ ചിലവാകാതെ എൻ്റെ ബാഗിൻ്റെ അകത്തിരിക്കുന്ന ലോട്ടറിക്ക് 1 സമ്മാനം അടിച്ചേക്കുക. ഏതാണ്ട് 10-65 ലക്ഷം രൂപ കിട്ടും. ആലോചിച്ച് നോക്കിക്കേ. ആ മനുഷ്യൻ ഓടി വന്നു. അപ്പോൾ ബാങ്കിലേക്ക് ടിക്കറ്റ് കൊടുക്കണതിന് മുന്നേ തന്നെ ആ ടിക്കറ്റുമായിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നു. അച്ഛാ, പോട്ടാശ്രമത്തിൽ 1 ലക്ഷം രൂപ കൊണ്ടുപോയി തരൂ അച്ഛാ. കൊണ്ടുപോയി തന്നു കേട്ടോ. ആ മനുഷ്യൻ 1 ലക്ഷം രൂപ പോട്ടാശ്രമത്തിൽ കൊണ്ടുപോയി തന്നു. എന്നിട്ട് കിട്ടി. ആ മനുഷ്യൻ അതുകൊണ്ട് നല്ലൊരു വീടില്ലായിരുന്നു, വീട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിന് പിന്നെയും സർജറി വേണം. ആ ലോട്ടറി കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. ഞാൻ ലോട്ടറിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല കേട്ടോ. അതെടുത്ത് നശിക്കുന്ന കുറേ പേരുണ്ട്. അതെടുത്ത് അതിൻ്റെ പുറകെ കാശ് കളഞ്ഞ് നശിപ്പിക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ അതിനെതിരുമാണ്. അതുകൊണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ആ മനുഷ്യൻ ആ പൈസയും കൊണ്ട് വീടൊക്കെ ഒന്ന് ക്രമീകരിച്ചു. 2-3 സർജറി ചെയ്തു അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ. അതുകൊണ്ട് ജീവിതം അല്പോടെ പിടിച്ചു നിർത്താൻ പറ്റി. ലോട്ടറി കിട്ടിക്കഴിഞ്ഞപ്പോഴേ ആ മനുഷ്യൻ ഇടയ്ക്ക് അവിടെ പോട്ടയിൽ എന്നെ കാണാൻ വരും. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, അതുവരെ എനിക്ക് കുറേ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്നോടൊരു സ്നേഹവും ഒരു അനുകമ്പയും ഒക്കെ ഉണ്ടായിരുന്നു. ലോട്ടറി കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോരുത്തർ ചില്ലറയ്ക്കൊന്നും അല്ല വന്നത്. 50,000, 1 ലക്ഷം, 1.5 ലക്ഷം ചോദിച്ചുകൊണ്ടാണ് വന്നത്. 2 മാസം കഴിയുമ്പോൾ തിരിച്ചു തരാം, 3 മാസം കഴിയുമ്പോൾ തിരിച്ചു തരാം. ആദ്യമൊക്കെ വന്ന കുറേ പേർക്ക് കൊടുത്തു. ആ കൊടുത്തവരൊക്കെ 2 മാസം 3 മാസം 5-6 വർഷമായി. ഇപ്പോഴും തിരികെ കൊടുത്തിട്ടില്ല. തിരികെ കൊടുക്കുമ്പോൾ നിനക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഈ പെണ്ണും കെട്ടിയിട്ടില്ലല്ലോ, പിള്ളേരും ഇല്ലല്ലോ, നിനക്ക് മനുഷ്യനായ ഇത്രയും കാശിന് ആർത്തി പാടില്ല, അയലുങ്കാരൊന്നും മിണ്ടണില്ല. ഈ മനുഷ്യൻ പറയും, എൻ്റെ അച്ഛാ,
എൻ്റെ കയ്യിൽ ഇനി വളരെ കുറച്ചേ ഉള്ളൂ, ഉള്ളതെല്ലാം സർജറി ചെയ്തു, വീടിൻ്റെ കാര്യങ്ങൾ, അമ്മ മരിച്ചു. ഈ മനുഷ്യൻ ഇപ്പം തന്നെയാ, കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരില്ല. ഇപ്പം അദ്ദേഹത്തിന് വീണ്ടും ബ്രെയിനിൽ 2-3 സ്ഥലത്ത് മുഴകൾ വന്നേക്കുക. ഡോക്ടർ പറഞ്ഞു ഇനി സർജറി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെയോ കൂടിയ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ജീവിതം പരമാവധി മുന്നോട്ട് തള്ളി നീക്കാം. മരുന്ന് അല്ലി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അത്ഭുത രോഗശാന്തി കൊടുക്കണം. അങ്ങനെ ആ മനുഷ്യൻ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മനുഷ്യൻ പറയും, എൻ്റെ അച്ഛാ ലോട്ടറി അടിച്ചു, ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയ അപരാധിയാണ്, ഞാൻ ചോദിച്ചവർക്ക് ആർക്കും കൊടുത്തില്ല എന്നാണ് പറയണത്. ഇപ്പം മുഴുവൻ കൊടുക്കാൻ പറ്റാവുന്നവരൊക്കെ കൊടുത്തു, എന്നെ പറ്റിക്കുകയും ചെയ്തു. മാസങ്ങളെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് തിരിച്ചു തന്നിട്ടുമില്ല. ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ ആരും മിണ്ടണില്ല. ഞാൻ ആരൊക്കെ ചോദിച്ചു അവരൊക്കെ ശത്രുക്കളായിപ്പേ. അപ്പം ഇതെല്ലാം കിട്ടിയത് കൊണ്ട് അങ്ങോട്ട് ആയി എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ചേക്കരുത്. ഹല്ലേലൂയ. ഇതുകൊണ്ടൊന്നും സ്വസ്ഥതയും സമാധാനം ആകുമെന്ന് കരുതിയേക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കിട്ടേണ്ടതേ നമ്മുടെ കർത്താവിനെയാ. അവൻ്റെ കൂടെ ചേർന്നിരുന്ന അവൻ തരുന്ന സന്തോഷവും അവൻ തരുന്ന സമാധാനവും അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ഈ ആയുസ്സിൽ നേടിയെടുക്കാനില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യം പറഞ്ഞോളൂ. അതൊന്ന് തലയിലേക്ക് തിരികെ കൊണ്ടുവരാം. എലീഷ പ്രവാചകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ആ വിധവയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നമുക്ക് ദൈവത്തോട് എത്ര ചേർന്നിരുന്നു എന്ന് പറഞ്ഞാലും ഈ ജീവിതത്തിൽ നമുക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും. അതില്ലാന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. അതിൻ്റെ പേരിൽ ദൈവത്തെ പഴിചാരാനും പോയേക്കരുത്. അങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓടി എങ്ങോട്ട് വരണം? ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ വരണം. അപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും, മകനെ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഉള്ളതും കൊണ്ട് വാ ദൈവത്തിൻ്റെ അടുത്തേക്ക്. ഇത്ര ഉള്ളൂ എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഉള്ളതൊക്കെ ദൈവം തന്നതാ. ഇത്തിരി ഉള്ളതിലും ആ ഉള്ളതിൽ ദൈവം ഒന്ന് കൈവച്ചാൽ മതി, അത് ഒത്തിരിയാകും. ഇത്തിരി ഉള്ളതിലും ആ ഇത്തിരിയിൽ ദൈവം ഒന്ന് കൈവച്ചാൽ ഒത്തിരി ആകും. ഒത്തിരി ഉണ്ടേലും ദൈവം കൈവച്ചില്ലെങ്കിൽ നമുക്കത് എപ്പോഴും ഇത്തിരി ആയിരിക്കും. മനസ്സിലായോ? ഇത്തിരി ഉള്ളതിലും അതിൽ ദൈവം ഒന്ന് കൈവച്ചാൽ ഒത്തിരിയാകും. 5 അപ്പം 5000 ആയത്, 7 അപ്പം 4000 ആയത്, 6 കൽഭരണി വെള്ളം വീഞ്ഞായത്, മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറങ്ങിയവനെ യേശു തൊട്ടപ്പോൾ എഴുന്നേറ്റ് പോയത് അല്ലേ? അപ്പം ഇത്തിരി ഉള്ളതിലും ആ ഉള്ള ഇത്തിരി ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ദൈവമായി ഇത്തിരിയെ തൊട്ടാൽ അത് ഒത്തിരിയാകും. ഇനി ഒത്തിരി ഉണ്ടേലും ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ദൈവം തൊടണമില്ലെങ്കിൽ ആ ഒത്തിരി ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി പോലെ തോന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടാൻ പരാതി ഒന്നും വേണ്ട. നിനക്കിപ്പോൾ എന്തുണ്ടോ അതിൽ നീ തൃപ്തിപ്പെടുക. ഇടത്തും വലത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉള്ളത് നോക്കിയിട്ട് പരാതി പറയാൻ പോകുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്ന എൻ്റെ ജീവിതം. കാരണം പരാതി ദൈവത്തെക്കുറിച്ചാണ്. ഇത് പറയുമ്പോൾ സന്തോഷിക്കുന്ന ആൾ പിശാച. കാരണം പിശാച പറഞ്ഞാൽ നീ അവരുടെ ജീവിതം നോക്കിക്കേ, നിൻ്റെ അത്രയും പോലും പ്രാർത്ഥിക്കണില്ല, എന്നിട്ട് അവർ അടിപൊളിയായിട്ട് നടക്കണു. നിനക്കിട്ട് എതിരെ ഭാരമെടുത്തവന്മാരാ, എന്നിട്ട് അവർ രക്ഷപ്പെട്ടു പോകണ കണ്ടില്ലേ? ഇതെല്ലാം പറഞ്ഞു തന്നത് ആരാ? പിശാച് ഒരിക്കലും മനുഷ്യനെ ദൈവത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കില്ല. പിന്നെയോ മറ്റുള്ളവരിലേക്ക് നോക്കാൻ, അത് മറ്റുള്ളവരുടെ നന്മയിലേക്ക് നോക്കാനും പിശാച് പഠിപ്പിക്കില്ല. നമ്മുടെ തിന്മ കയറ്റുന്ന രീതിയിൽ പിശാച് നമ്മളെ കൊണ്ട് നോപ്പിക്കും. എന്നിട്ട് ദൈവത്തിനെതിരെ പരാതി പറയാൻ തുടങ്ങും. അതുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കുക. എന്നിട്ട് ദൈവമേ എനിക്ക് എന്തുണ്ടോ അതൊക്കെ നീ തന്നതാ, ദൈവത്തിന് നന്ദി പറയുക. അതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വാ. ദൈവം കൈവയ്ക്കട്ടെ. ദൈവം കൈവച്ച എല്ലാം മനോഹരമാകും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്ക്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ഭൗതികമായത് നേടുന്നതല്ല, ഈശോയെ കൂടെ കൂട്ടുന്നതാണ് വലുത്. അതിന് ഈശോയുടെ അടുത്തേക്ക് വരാനായിട്ട് നിങ്ങളൊന്ന് മനസ്സ് കാണിച്ചാൽ മതി. നിരന്തരം ഈശോയുടെ കൂടെ ആയിരിക്കുക. ഇത്രയും ചിന്തയാണ് പറഞ്ഞത്.